ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷൻ്റെ റിട്ടൻഷൻ അപ്ഡേറ്റ്സ് ഒക്കെ വന്നതിന് പിന്നാലെ തങ്ങളുടെ ഇഷ്ട ടീമുകൾ ആരെയൊക്കെ നിലനിർത്തുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. അപ്പോൾ IPL 2025 ഓപ്ഷനിൽ ടീമുകൾ നിലനിർത്താൻ സാധ്യതയുള്ള പോസിബിൾ റിട്ടൻഷൻസിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീഡിയോ സീരീസായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ 3 എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും ഏറ്റവും ലേറ്റസ്റ്റായി RCBയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആ ഒരു വീഡിയോ സീരീസിൻ്റെ 4ാം ഭാഗവുമായിട്ടാണ്. 4ാം പാർട്ടിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ IPL സീസൺ മുതൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് MI. സോ MI ആരൊക്കെയായിരിക്കും മെഗാ താരലത്തിലേക്ക് വരുമ്പോൾ നിലനിർത്താൻ പോകുന്നത്? നമുക്കറിയാം, രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന തരത്തിലും ക്യാപ്റ്റൻസിയൊക്കെ മാറുന്ന തരത്തിലും ഒരുപാട് അപ്ഡേറ്റുകൾ മുംബൈയെ സംബന്ധിച്ച് റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ താരങ്ങളെയായിരിക്കും മുംബൈ മെഗാ ഓപ്ഷനിൽ നിലനിർത്താൻ പോകുന്നത്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ പോകുന്ന താരങ്ങൾ, അതിനു മുമ്പ് മുംബൈ ഇന്ത്യൻസ് ഇത്തവണ RTM റൂള് യൂസ് ചെയ്തേക്കില്ല. അവർ 6 താരങ്ങളെയും ഡയറക്റ്റായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്തേക്കാം. സോ അതിനാൽ തന്നെ RTM മുംബൈ ഇന്ത്യൻസ് യൂസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. സോ മുംബൈ ഇന്ത്യൻസ് ഡയറക്റ്റ് റീറ്റെയിൻ ചെയ്യാൻ പോകുന്ന 6 താരങ്ങളിൽ ഒന്നാമത്തത്, അതായത് 18 കോടി രൂപ മുടക്കി അവരുടെ ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത് സ്റ്റാർ ബൗളർ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും. ഇനി രണ്ടാമത്തെ റിട്ടൻഷൻ, അതായത് 14 കോടി രൂപ സാലറിയിൽ രണ്ടാമത്തെ റിട്ടൻഷനായിട്ട് മുംബൈ നിലനിർത്താൻ പോകുന്നത് സൂര്യകുമാർ യാദവിനെ ആയിരിക്കും. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത് അവരുടെ യങ് ഇന്ത്യൻ സ്റ്റാറായിട്ടുള്ള തിലക് വർമ്മയായിരിക്കും. 11 കോടി രൂപയാണ് നമുക്കറിയാം മൂന്നാമത്തെ റീറ്റെയിൻഡ് പ്ലെയർക്ക് നൽകാവുന്ന തുക. അതോടൊപ്പം തന്നെ 4ാമത്തെ റിട്ടൻഷനായിട്ട് വീണ്ടും 18 കോടി രൂപ സാലറിയിൽ അവർ തങ്ങളുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും നിലനിർത്താൻ പോകുന്നത്. ഇനി നമ്മളെല്ലാവരും ഉറ്റുനോക്കിയ ചോദ്യം തന്നെയായിരുന്നു രോഹിത് ശർമ്മയുടെ ഭാവി എന്താകുമെന്ന്. സോ ഈ ഒരു പോസിബിൾ റിട്ടൻഷൻ പ്രകാരം മുംബൈ ഇന്ത്യൻസ് രോഹിത്തിനെ കൈവിട്ടേക്കില്ല. മുംബൈയുടെ 4ാമത്തെ റിട്ടൻഷനായിട്ടായിരിക്കും രോഹിത്തിനെ അവർ നിലനിർത്താൻ പോകുന്നത്. 14 കോടി രൂപ സാലറിയിൽ 5ാമത്തെ റിട്ടൻഷനായിട്ടായിരിക്കും രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ പോകുന്നത്. സോ ഇതായിരിക്കും മുംബൈയുടെ ഡയറക്റ്റ് റിട്ടൻഷൻ. ഇനി അവരുടെ ലാസ്റ്റ് റിട്ടൻഷനായിട്ട് അവരുടെ അൺക്യാപ്ഡ് കാറ്റഗറിയിൽ അവർ നിലനിർത്താൻ പോകുന്നത് 4 കോടി രൂപ മുടക്കി നേഹാൽ വധേര എന്ന യുവ ബാറ്ററെ ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ വെടിക്കെട്ട് പ്രകടനം തന്നെയായിരുന്നു മുംബൈക്ക് വേണ്ടി ടോപ്പ് ഓർഡറിൽ തന്നെ വധേര കാഴ്ചവെച്ചത്. സോ ഇതായിരിക്കും മുംബൈയുടെ പോസിബിൾ റിട്ടൻഷൻസ്. RTM അവർ യൂസ് ചെയ്തേക്കില്ല. ഡയറക്റ്റായിട്ട് തന്നെ 6 പ്ലെയേഴ്സിനെ മുംബൈ റീറ്റെയിൻ ചെയ്തേക്കും. 18 കോടി രൂപ മുടക്കി ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷനായിട്ട് ജസ്പ്രീത് ബുംറയും, രണ്ടാമത്തെ റിട്ടൻഷനായിട്ട് സൂര്യകുമാർ യാദവും, മൂന്നാമത്തെ റിട്ടൻഷനായിട്ട് 11 കോടി രൂപ സാലറിയിൽ തിലക് വർമ്മയും, 4ാമത്തെ റിട്ടൻഷനായിട്ട് 18 കോടി രൂപയിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയും, ഒപ്പം 5ാമത്തെ റിട്ടൻഷനായിട്ടായിരിക്കും സ്റ്റാർ ബാറ്റർ രോഹിത് ശർമ്മയെ അവർ നിലനിർത്താൻ പോകുന്നത്. 14 കോടി രൂപയായിരിക്കും ഹിറ്റ്മാൻ്റെ സാലറി വരാൻ പോകുന്നത്. ഒപ്പം അവരുടെ ഫൈനൽ റിട്ടൻഷനായിട്ട് അൺക്യാപ്ഡ് പ്ലെയർ കാറ്റഗറിയിൽ 4 കോടി രൂപ മുടക്കി അവരുടെ യുവതാരം സ്റ്റാർ ബാറ്ററായിട്ടുള്ള നേഹാൽ വധേരയായിരിക്കും മുംബൈ നിലനിർത്താൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.